രാവിലെ 6:30 എഴുന്നേൽക്കുന്നതൊക്കെ വളരെ അപൂർവമാണ്. പിന്നെ ഇന്ന് ഇത്ര നേരത്തെ എഴുന്നേൽക്കാൻ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പുട്ടും കടലയും കഴിക്കണം. 2, ലോക സിനിമ കാണണം. ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ KLലോട്ട് തന്നെ പോകണം. അപ്പോൾ ഈ പരിപാടികളുടെ ഇടയിലൂടെയുള്ള ചില കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മളൊന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റാസയിലെ ഊടുവഴികളിലൂടെ പോയി കഴിഞ്ഞാൽ നാട്ടിലെവിടേക്കോ ഉള്ള ഗ്രാമപ്രദേശങ്ങളിലെ വഴികൾ പോലെ തോന്നും. പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് ഈ പാലത്തിൻ്റെ മുകളിലോട്ട് വന്നപ്പോൾ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയായിരുന്നു. രാവിലെ പോയാൽ പുട്ടും കടലയും കിട്ടും എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കാണില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ള ആൾ ജനിച്ചത് തൃശ്ശൂരാണെങ്കിലും കൂടുതൽ കാലം ജോലി ചെയ്തത് ചെന്നൈയിലും പിന്നെ കല്യാണം കഴിച്ചത് മലേഷ്യയിലൊക്കെ ആയതുകൊണ്ട് മൂപ്പര് പൊതുവെ തമിഴിലാണ് സംസാരിക്കാറ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലെ അവിടെയുള്ള ചില സംഭാഷണങ്ങളൊക്കെ തമിഴിലാവാനാണ് ചാൻസ് എന്ന് മാത്രമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. வராது. இதுல தான் போகணுமா நீங்க? இங்கே வாங்க, இங்கே विंडो सीट. எடுக்க முடியாது. ஓ, இது நீ தான் யூஸ் பண்றல? கேடிஎம் தான் யூஸ் பண்ண? எல்லாத்தையும் யூஸ் பண்ணலாம். பஸ்ஸிங் ஆனால் இவனை போட்டுக்கிறது வெறும் இது தானே போட்டுருக்காங்க. அது கேடிஎம்ல அது. ஆனால் யூஸ் பண்ண தானே. நான் மோனோரையில் கூட அதை வச்சுட்டு போயிட்டு போட்டுமா என்னடா இது. Through the blinds, wash away the worries like a winding tide. Yesterday left far behind. Your sweet scent fills my lungs open wide. In this soft light, troubles fade away with you. No need for words to say your love, the gentle breeze that carries me through. I give up the world, the moon, the sky. For you, I'd reach so high. Across the ocean, I'd soar with pride. For you, I give up my dreams, my hopes, my view. For you, what more could I ever do? I give up the world, the moon, the sky. For you, in the silent dawn, you stir from sleep. Sunlight paints your face in golden sheen. The hush of dawn, a peaceful scene. Love that grows like
ഒന്ന് അലിബാബ ആൻഡ് 41 ഡിഷസ്, പിന്നെയുള്ളത് ഈ റെസ്റ്റോറൻറ്റ് ദാവത്ത്. എൻ്റെ അറിവിൽ കോലാലംപൂർ വന്നു കഴിഞ്ഞാൽ ഈ 2 റെസ്റ്റോറൻറ്റ്സിലാണ് ഒതന്റിക് കേരള ഫുഡ്. നമ്മുടെ കൂടെ ഉള്ള ആൾ മിസ്റ്റർ വിനോയ് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നായിരുന്നു. പിന്നെ ഇത്രയും നേരത്തെ ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൊറോട്ടയുടെ കൂടെ മുട്ട റോസ്റ്റ് കഴിക്കാനായിരുന്നു മൂപ്പരുടെ വിധി. നമ്മൾ പിന്നെ വരുമ്പോൾ തന്നെ മൈൻഡിൽ പുട്ടും കടലയും കഴിക്കണമെന്ന് ഫിക്സ് ചെയ്തിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ രാവിലെ തന്നെ തട്ടാൻ പുട്ടും കടലയും കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം പുട്ട് വിനോയ്ക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തു. പുട്ടും കടലയും എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചപ്പോൾ വിനോയ് പറഞ്ഞു സംഭവം അടിപൊളി. അരക്കഷ്ണം പുട്ട് വിനോയ്ക്ക് കൊടുത്തതിന് ശേഷം വിനോയിൻ്റെ കയ്യിൽ നിന്ന് ഒരു അര പൊറോട്ടയും കുറച്ച് മുട്ട റോസ്റ്റും ഞാനും എടുത്ത് കഴിച്ചു. സംഭവം അത് പണിപാളി. ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നല്ല എരിവും ഉണ്ടായിരുന്നു. ட்ரெயினில் கூட நீ போயிருக்கலாம். இது மாட்டேங்க നമ്മളുടെ നൈറ്റില് അവളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്നാവുന്നു. ഓ ഭാഗ്യവാൻ. അതല്ലടാ, അങ്ങനെ നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു സിനിമയൊക്കെ കണ്ട് മോളിൽ കുറച്ചു നേരം ചുറ്റി കറങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. അപ്പോൾ ലഞ്ചിന് കാലിസ് ബിരിയാണിയിലോട്ട് പോയിട്ട് കുഴിമന്തി കഴിക്കാം എന്നൊരു പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുക. മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ മോളിൽ നിന്ന് തൊട്ട് മുമ്പുള്ള വഴി നേരെ പോകണത് നമ്മുടെ കുഴിമന്തി സ്പോട്ടിലോട്ട്. അന്നായിരുന്നു ആ സ്ട്രീറ്റിലൂടെ ഞാൻ ആദ്യമായിട്ട് പോയിരുന്നത്. കുആലലംപൂരിലെ മറ്റ് സ്ട്രീറ്റുകളെയും ബിൽഡിംഗ്സുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ട്രീറ്റിനും അവിടുത്തെ ബിൽഡിംഗ്സിനൊക്കെ കാഴ്ചയിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ബിൽഡിംഗ്സും കഫ്റ്റേരിയും ഒക്കെ കണ്ടപ്പോൾ അതിനൊക്കെ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു സ്പാനിഷ് ടച്ച് ഉള്ളതുപോലെ തോന്നി. പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് ചാറ്റ് ജിപിടിയിൽ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ശരിയായിരുന്നു. പക്ഷെ അതിന് പ്രത്യേകിച്ച് ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. ആളുകൾ പക്ഷേ കേരളത്തിലെ സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറിയിട്ട് ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെങ്കിൽ ഈ സ്ട്രീറ്റിലോട്ട് വരാറുണ്ട് എന്നാണ് ചാറ്റ് ജിപിടി പറയുന്നത്. അങ്ങനെ കണ്ടുപിടിച്ച ഷോർട്ട് കട്ടിലൂടെ നടന്നു വന്ന് നമ്മൾ കാലിസ് ബിരിയാണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്ത് വരുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടർ പോലെ ഇവർ സെർവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇവരുടെ സ്പെഷ്യൽ ബ്രെഡ് ഹൽവ. ഇവിടുത്തെ ഫുഡൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷേ ബ്രെഡ് ഹൽവ അത് കിട്ടുവാണ്. இன்ஸ்டாகிராம் தான் ஓடுவோம். இன்ஸ்டாகிராம் நம்பர் சும்மா எங்கள் பொண்ணோட பர்த்டே பார்த்தாங்க. ஓ பொண்ணு முக்கியம்.
என்ன காரு அந்த காரை பார்த்ததே இல்லையா? சரி, எந்த பக்கம் போகணும் தம்பி? நேராவா அப்படியா இப்படியா? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ കലാപരിപാടികൾ. ഇതുപോലത്തെ മറ്റൊരു നല്ല ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് പോലെ മറ്റൊരു നല്ല വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളും കാത്തിരിക്കണം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.